നമസ്കാരം, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നിരവധി വാർത്തകളാണ് ഇന്ന് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങളുണ്ടായി. കൃത്യമായി ആസൂത്രണം ചെയ്ത കവർച്ചയെന്ന നിഗമനത്തിലേക്ക് തന്നെ ഹൈക്കോടതി എത്തിയതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്നിപ്പോൾ ആ കണ്ടെത്തലുകൾ, ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിക്കാനുള്ള നിർദ്ദേശം SITക്ക് നൽകിയിരിക്കുന്നു. SIT ഇന്നിപ്പോൾ സന്നിധാനത്ത് സ്ട്രോങ് റൂമിൽ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഒപ്പം രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ ആരംഭിക്കുന്നു. അടികൊടുക്കാനും കൊള്ളാനുമൊക്കെ നിരവധി വിഷയങ്ങളാണ് സഭയിൽ ഉണ്ടാവുക. ഒപ്പം ഗവർണറുടെ നയപ്രഖ്യാപനമുണ്ട്. ഗവർണർ കേന്ദ്ര സർക്കാരിനെതിരായ ചില വിമർശനങ്ങളും പരാമർശങ്ങളുമൊക്കെ ഉണ്ട്. അത് ഗവർണർ വായിക്കുമോ എന്ന് കണ്ട് അറിയേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വാർത്തയനുസരിച്ച് ഇന്ത്യയുടെ 2012 ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മാനം വനോളം ഉയർത്തിയ വെങ്കല മെഡൽ ജേതാവ് സൈന നെഹ്വാൾ വിരമിക്കുന്നു എന്ന വാർത്തയുമുണ്ട്. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ പോകാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഗവർണർ നയപ്രഖ്യാപനം നടത്തും. കേന്ദ്ര സർക്കാരിനെതിരായ ഭാഗങ്ങൾ ഗവർണർ വായിക്കുമോ എന്നതിൽ ആകാംക്ഷ. ശബരിമല സ്വർണ്ണക്കൊള്ളയും മന്ത്രി സജി ചെറിയാന്റെ പരാമർശവും MLA-മാർക്കെതിരായ കേസുകളും സഭയെ പ്രക്ഷുബ്ധമാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT ഇന്ന് സന്നിധാനത്ത് സ്ട്രോങ് റൂമിലുള്ള 2 വാതിലുകൾ കൂടി പരിശോധിക്കും. ഫോറൻസിക് വിദഗ്ധരും സംഘത്തിൽ. നീക്കം കട്ടളപ്പാളിയിലും പ്രഭാമണ്ഡലത്തിലുമുള്ള സ്വർണം കണ്ടെത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം കോടതിയിൽ. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയെന്ന് വാദം. BJP ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ഇന്ന് ചുമതലയേൽക്കും. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചടങ്ങിൽ പങ്കെടുക്കും. മുംബൈ കോർപ്പറേഷനിൽ മേയറെ ചൊല്ലി തർക്കം തുടരുന്നു. മേയർ പദവി BJPക്ക് വേണമെന്ന നിലപാടിൽ ഉറച്ച് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. സിനിമാ സംഘടനകളുമായി സർക്കാരിന്റെ ചർച്ച ഇന്ന്. നീക്കം സിനിമാ സംഘടനകൾ നാളെ സൂചനാ പണിമുടക്ക് നടത്താനിരിക്കെ വിജയ് ചിത്രം ജനനായകന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ മദ്രാസ് ഹൈക്കോടതിയുടെ തീരുമാനം ഇന്ന്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം. പത്തനംതിട്ട സെഷൻസ് കോടതി വിശദമായ വാദം കേൾക്കുക പോലീസ് റിപ്പോർട്ട് വന്നതിനു ശേഷം. ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ വിരമിച്ചു. തീരുമാനം കാൽമുട്ടിലെ പരിക്കിനെ തുടർന്ന്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കും ഊന്നൽ നൽകിയാകും നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്ര സർക്കാരിനെതിരായ ഭാഗങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ വായിക്കുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. 15ാം നിയമസഭയുടെ അവസാന സമ്മേളനകാലത്ത് ഭരണപക്ഷ MLA-ക്ക് പദവി നഷ്ടപ്പെട്ടതും പ്രതിപക്ഷ MLA ജയിലിലായതും ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, 15ാം നിയമസഭയുടെ അവസാന സമ്മേളനം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനത്തിന് ഇപ്പോൾ തുടക്കമാകുമ്പോൾ ആദ്യം തന്നെ നയപ്രഖ്യാപനമാണ്. മന്ത്രിസഭ അംഗീകരിച്ച് കൈമാറിയ നയപ്രഖ്യാപനത്തിൽ ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ നേട്ടങ്ങളടക്കം വിമർശിക്കുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരായ ചില പരാമർശങ്ങൾ. അത് അദ്ദേഹം വായിക്കുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഇന്ന് സഭയിലെ നടപടികൾ എന്തൊക്കെയാകും? ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ്. അതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അംഗത്തിലേക്ക് ഇറങ്ങുന്ന ആ വേളയിൽ നടക്കുന്ന ഏറ്റവും നിയമസഭാ സമ്മേളനത്തിൽ വളരെ കുറച്ച് നാളുകൾ മാത്രം, ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ നടക്കുന്ന ഒരു നിയമസഭാ സമ്മേളനം കൂടിയാണ്. അതുകൊണ്ട് തന്നെയും ഇന്ന് നയപ്രഖ്യാപനത്തോടു കൂടിയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനം കഴിയുന്നു. അതോടുകൂടി സഭ ഇന്ന് പിരിയുന്നു. ഈ നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് ഏറ്റവും വലിയൊരു ആകർഷണം. കാരണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സർക്കാരിന്റെ അവസാനത്തെ നിയമസഭയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സ്വാഭാവികമായി 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, പിണറായി സർക്കാരിനെ സംബന്ധിച്ചത് 10 വർഷത്തെ തുടർ ഭരണമാണ്. 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അക്കമിട്ട് എണ്ണിപ്പറഞ്ഞു തന്നെയാകും നയപ്രഖ്യാപനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണ നേട്ടങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, വികസന നേട്ടങ്ങൾ ഉൾപ്പെടെ അക്കമിട്ട് നിരത്തുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗം തന്നെയാകും. അതിനപ്പുറത്തേക്ക്
കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനം, അതിരൂക്ഷമായ വിമർശനം പ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായ ഉപരോധം കേരളത്തിന് തീർക്കുന്നു എന്നത് ഉയർത്തിക്കാട്ടി ഇവിടെ സത്യാഗ്രഹ സമരം നടത്തിയവരാണ്. കേന്ദ്രത്തിൽ നിയമ പോരാട്ടം നടത്തിയവർ സുപ്രീം കോടതി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്രവുമായി നിരന്തരം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേരളത്തിനോട് കേന്ദ്രം കാട്ടുന്ന അവഗണനകൾ, സാമ്പത്തിക കാര്യങ്ങളിൽ അടക്കമുള്ള അവഗണനകൾ ഓരോന്നും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മന്ത്രിസഭ സർക്കാരിന് നൽകിയ കരട് പ്രസംഗത്തിൽ ഇക്കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഈ കേന്ദ്രത്തിനെതിരായ അതിരൂക്ഷ വിമർശനങ്ങൾ വായിക്കുമോ എന്നതിൽ ആകാംക്ഷയുണ്ട്. നമുക്കറിയാം, മുമ്പ് മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അതൊക്കെ ഒഴിവാക്കി ഏറ്റവും അവസാനത്തെ ഖണ്ഡിക മാത്രം വായിച്ചു പോയതൊക്കെ തന്നെയും ഈ കേരള ചരിത്രത്തിൽ ആദ്യത്തെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ള 57 സെക്കൻഡ് കൊണ്ട് അദ്ദേഹം വായിച്ച് അവസാനിപ്പിച്ചിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. അതൊക്കെ തന്നെ നമ്മുടെ മുൻപിലുള്ളതാണ്. ഒരുപക്ഷെ സമാനമായൊരു സ്ഥിതി ഇന്ന് കേരള നിയമസഭ സാക്ഷ്യം വഹിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഈ കേന്ദ്രത്തിനെതിരായ അതിരൂക്ഷ വിമർശനങ്ങളൊക്കെ എണ്ണി നിരത്തി വായിക്കാനൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ലോക്ഭവനിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സൂചനകൾ മാത്രമാണത്. പക്ഷെ അതിൽ നയപ്രഖ്യാപന പ്രസംഗമാകുമ്പോൾ ഗവർണറുടെ നിലപാടിൽ മാറ്റം ഉണ്ടാകുമോ എന്നതൊക്കെ തീർച്ചയായും അൺഫിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഗവർണറുടെ വിവേചനാധികാരം തന്നെയാണ് അദ്ദേഹം ആ ഭാഗങ്ങൾ വായിക്കുക എന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൺഫിൽ ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനം, ഒരുപക്ഷെ 2 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ് സർക്കാരും പ്രതിപക്ഷവും ഒക്കെ. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ അവസാന നിയമസഭാ സമ്മേളനത്തിൽ കൊടുക്കാനും കൊള്ളാനുമൊക്കെ നിരവധിയാണ് ഭരണ പ്രതിപക്ഷത്തിന്. തീർച്ചയായും ഈ സഭാ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 29-ന് നടക്കുന്ന ബജറ്റ് തന്നെയാണ്. ഈ ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ അതാണ് ഈ സഭ. കാരണം നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് കാലുവെച്ചെടുക്കുന്ന ഒരു വേളയില്ല. ഈ ബജറ്റ് എന്ന് പറയുന്നത് ഒരു ജനകീയ ബജറ്റ്, ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നതിലടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരു സമ്പൂർണ്ണ ബജറ്റ് തന്നെ ആയിരിക്കുമോ, അതോ ഒരു ഓട്ടോൺ അക്കൗണ്ട് ആയിരിക്കുമോ എന്ന കാര്യങ്ങൾ, നിരവധി ജനക്ഷേമ പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന ഒരു ബജറ്റ്, അതൊരു ഏറ്റവും വലിയൊരു ആകാംക്ഷയും ഒരു അട്രാക്ഷനും തന്നെയാണ് ഈ സഭാ സമ്മേളനത്തിൽ. അതോടൊപ്പം എടുത്തു പറയേണ്ടത് അവസാന നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരായ അല്ലെങ്കിൽ സഭയെ പ്രക്ഷുബ്ധമാക്കുന്ന നിരവധി വിഷയങ്ങളാണ്. വിഷയങ്ങളുടെ ഒരു പെരുമഴക്കാലം എന്ന് തന്നെ നമുക്കിതിൽ പറയേണ്ടിയിരിക്കുന്നു. ഒരു ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി സർക്കാരിനെ മലർത്തിയടിക്കാം എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തുക. ആദ്യ ദിനത്തിൽ ഇതൊന്നും വരുന്നില്ല. ആദ്യ ദിനത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ഇന്ന് സഭ പിരിയുന്നു. നാളെ സഭ ചേരുമ്പോൾ അന്തരിച്ച MLA കാനത്തിൽ ജമീലേക്ക് ചമോപചാരം നടത്തി നാളെയും സഭ പിരിയുകയാണ്. മറ്റന്നാൾ മുതലാണ് സഭ പ്രക്ഷുബ്ധമാകുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പ്രമേയ ചർച്ച മറ്റന്നാൾ മുതൽ 3 ദിവസം ഉണ്ടാകും. എന്നാൽ മറ്റന്നാൾ മുതൽ സഭ കാണാൻ പോകുന്നത് വലിയ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് സഭ മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആദ്യ ദിനം മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം നിരവധി വിഷയം, അതിന്റെ ഒരു പരമ്പര തന്നെ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്. ഓരോന്നും നിരത്തിയാകും സർക്കാരിനെ ആക്രമിക്കുക. അതേസമയം സർക്കാരിന്റെ കയ്യിലുള്ള ഏക പിടിവള്ളി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് സംരക്ഷിക്കുന്നു, കോൺഗ്രസ് എല്ലാവിധ സംരക്ഷണവും നൽകുന്നു എന്നത് ഉയർത്തിക്കാട്ടി തന്നെയാകും എന്തുകൊണ്ട് MLA പദവി അദ്ദേഹം രാജിവെക്കുന്നില്ല. ഇതടക്കമുള്ള വിഷയങ്ങളാണ് സർക്കാരിന്റെ കയ്യിലുള്ള ഏക പിടിവള്ളി എന്ന് പറയുന്നത്. പക്ഷെ ഭരണപക്ഷത്തിനാകട്ടെ സർക്കാരിനെ ഉയർത്തിയടിക്കാനുള്ള നിരവധി വിഷയങ്ങളാണുള്ളത്. അതോടൊപ്പം തന്നെയും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഈ നിയമസഭാ സമ്മേളനത്തിൽ സംഭവിച്ച ആകസ്മികമായ അവസാന സഭാ സമ്മേളനത്തിൽ ഭരണപക്ഷത്ത് നിന്ന് ആന്റണി രാജു MLA മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ MLA പദവി നഷ്ടമായ അദ്ദേഹം അയോഗ്യതയിലേക്ക് മാറിയെന്നത് ഈ സഭാ സമ്മേളന കാലത്തിൽ സംഭവിച്ചതാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായി എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ നേരത്തെ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഈ സഭാ സമ്മേളനം വരുമ്പോൾ അദ്ദേഹം ജയിലിലാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഈ 2 പ്രതിപക്ഷ MLA-മാരില്ലാതെ അഭാവത്തിൽ അവസാന സഭാ സമ്മേളനത്തിൽ സാമാജികർ ചേരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ ഈ സമ്മേളന കാലത്തിൽ സഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ള നിരവധി വിഷയങ്ങൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ശബരിമല സ്വർണ്ണക്കൊള്ളയും എന്നതിനെ ഇപ്പോൾ സർക്കാരിനെതിരെ ആയുധമാക്കാനുള്ള മറ്റൊരു വിഷയമാണ് ഈ വർഗീയത എന്ന് പറയുന്ന ഒരു കാർഡ് ഇറക്കി സർക്കാർ കളിക്കുന്നു ഈ സഭാ സമ്മേളനത്തിൽ. പ്രത്യേകിച്ച് ഈ AK ബാലൻ, സജി ചെറിയാൻ
അദ്ദേഹത്തിന്റെ പരാമർശങ്ങളൊക്കെ തന്നെയും സഭയിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കും. അതിനെ സർക്കാർ എങ്ങനെയാകും പ്രതിരോധിക്കുക? മുഖ്യമന്ത്രി അതിന് മറുപടി പറയുമ്പോൾ തന്നെയും ഏത് രീതിയിലാക്കും പ്രതിരോധിക്കുക? ഏറ്റവും വലിയൊരു പ്രക്ഷുബ്ധമാകുന്ന ഒരു കാലയളവിൽ തന്നെയാകും സഭ ഇത്തവണ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും അധികം നീണ്ടു നിൽക്കുന്ന ഒരു സഭാ കാലയളവാണ്. മാർച്ച് 27 വരെ സഭ സമ്മേളിക്കുന്നതും എടുത്തുവരെ ഏറെക്കുറെ 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു സഭാ സമ്മേളനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഈ സഭാ സമ്മേളന കാലയളവിൽ ഉടനീളം തന്നെയും ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഒരു വാക്പോരിനും സഭാതലം പ്രക്ഷുബ്ധമാക്കുന്ന നിരവധി വിഷയങ്ങളാണ് ഇരുഭാഗത്തുമുള്ളത്. അത് മേൽക്കൈ നേടുക ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ? നിയമസഭാ സമ്മേളനം 15ാം നിയമസഭയുടെ അവസാന സമ്മേളന കാലമാണ്. ഇപ്പോൾ നാളെ മുതൽ ഇന്നിപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് സഭയിൽ കാത്തിരുന്ന് കാണാം. ഒപ്പം നാളെ മുതലാണ് യഥാർത്ഥ യുദ്ധം സഭയിൽ തുടങ്ങുക. പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി ഇങ്ങ് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത രീതിയിൽ തന്നെ പ്രത്യാരോപണങ്ങളും യുദ്ധവും തുടങ്ങും. നമുക്ക് സഭയിൽ വിശദമായ വിവരങ്ങളൊക്കെ കാണാം. മൺഫിൽറ്റാണ് വിവരങ്ങളുമായി ചേർന്നത്. BJP ദേശീയ അധ്യക്ഷനായ നിതിൻ നബീൻ ഇന്ന് ചുമതലയേൽക്കും. JP നഡ്ഡയുടെ പിൻഗാമിയായി BJPയുടെ 12ാമത് പ്രസിഡന്റായാണ് ചുമതലയേൽക്കുന്നത്. 11 മണിക്ക് ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്താകും മുഴുവൻ നടപടിക്രമങ്ങളും നടക്കുക. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും അനുബന്ധ പ്രക്രിയകളും ഇന്നലെ പൂർത്തിയായപ്പോൾ നിതിൻ നബീൻ ആരും എതിരില്ല. ബീഹാറിൽ നിന്നുള്ള യുവനേതാവായ നിതിൻ നബീൻ BJPയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനായാണ് എത്തുന്നത്. കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് പുതിയ അധ്യക്ഷനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. മഹാരാഷ്ട്ര കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ NDA അധികാരം ഉറപ്പാക്കിയെങ്കിലും മുംബൈ മേയറെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. ഭരണം ഉറപ്പിക്കാനായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ധവ് താക്കറെയുമായി ചർച്ച നടത്തി. ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ വിലപേശലിനിടെയാണ് BJPയുടെ ഈ നീക്കം. മേയർ സ്ഥാനം സംബന്ധിച്ച് മഹായുതി സഖ്യത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ മേയർ പദവി BJPക്ക് വേണമെന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. എന്നാൽ ആദ്യ 2.5 വർഷം തങ്ങളുടെ അംഗത്തെ മേയറാക്കണമെന്നാണ് ഏകനാഥ് ഷിൻഡെയുടെ ആവശ്യം. അതിനിടെ കുതിരക്കച്ചവട ഭീതിയിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ എല്ലാ കൗൺസിലർമാരും ഹോട്ടലിൽ തന്നെ തുടരുകയാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനവും പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവുമാണ് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് പോരെന്നാണ് ഷിൻഡെ വിഭാഗത്തിന്റെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സന്നിധാനത്തുണ്ട്. സ്ട്രോങ് റൂമിലുള്ള 2 വാതിലുകൾ കൂടി പരിശോധിക്കാനാണ് നീക്കം. ഫോറൻസിക് വിദഗ്ധരും സംഘത്തിലുണ്ട്. 2.5 പതിറ്റാണ്ടിനിടെയുള്ള എല്ലാ ക്രമക്കേടുകളും അന്വേഷിക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത കവർച്ച എന്ന ഒരു നിഗമനത്തിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി എത്തിയതാണ്. ഇന്നലെ തന്നെ SIT സംഘം സന്നിധാനത്തെത്തി. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ഈ SIT സമർപ്പിച്ച റിപ്പോർട്ടിലെ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പിക്കാനാകും ഇന്ന് SIT സംഘത്തിന്റെ പരിശോധന? SIT സംഘം കഴിഞ്ഞ ദിവസം തന്നെ ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നട അടച്ചിരിക്കുകയാണ്. തുടർന്ന് ഇപ്പോൾ അവരുടെ പരിശോധന രാവിലെ തന്നെ ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കട്ടളപ്പാളികളും അതുപോലെ തന്നെ വാതിൽപ്പാളികളും സംബന്ധിച്ചുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. ഒപ്പം തന്നെ കൊടിമരം ഉൾപ്പെടെയുള്ള കൊടിമരവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശില്പങ്ങളും ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുകയും ചെയ്യും. പഞ്ചവർഗ തറ അടക്കമുള്ളവയിലെ കാര്യങ്ങൾ, പുതിയ കൊടിമരമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഒപ്പം മറ്റ് കൊടിമരത്തിന്റെ മറ്റു ഭാഗങ്ങൾ, പഴയ കൊടിമരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെയും സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കും. നമുക്കറിയാം, പ്രധാനമായും ഈ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കിട്ടിയിരുന്നു. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് അതിൽ നിക്കലിന്റെ അംശം നിലവിൽ ലഭിച്ചിട്ടുള്ള, അത് പുതിയതായി പൂശിയിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള സ്വർണത്തിൽ അതിൽ നിക്കലിന്റെ അംശം കൂടുതലായി ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്ന. ആ പാളിയിൽ നിക്കലിന്റെ അംശം കൂടുതലായി ഉണ്ട് എന്നാണ്. അതിന് മുമ്പുള്ളത് മെർക്കുറിയുടെ അംശമാണ്. ആദ്യം സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞിരിക്കുന്നതിൽ ഉള്ളത് മെർക്കുറിയുടെ അംശമാണുള്ളത്. എന്നാൽ നിക്കലിന്റെ അംശം കൂടുതലായി ഉണ്ട് എന്നൊരു പരിശോധന റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ വാതിൽപ്പാളികളും അതുപോലെ തന്നെ കട്ടളപ്പാളികളും പരിശോധിക്കുന്നു. അതിനുശേഷം ക്ഷേത്രത്തിന്റെ ഭിത്തികളിൽ ഉറപ്പിച്ചിട്ടുള്ള അയ്യപ്പ ചരിത്രത്തിന്റെ പാളികളുണ്ട്. ആ
അയ്യപ്പ ചരിത്രത്തിന്റെ പാളികളടക്കം പരിശോധിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അവയുടെ സ്വർണത്തിന്റെ അളവുകളടക്കം പരിശോധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെയാണ് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ കൊടിമരത്തിന്റെ ഭാഗങ്ങൾ പരിശോധിക്കുക എന്നതും പഴയ കൊടിമരത്തിന്റെ ഭാഗങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധനയും നടക്കും. അതിൽ എത്രത്തോളം സ്വർണ്ണം ഉണ്ടായിരുന്നു, ഇതിൽ സ്വർണ്ണത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധന കൂടി അന്വേഷണ സംഘം നടത്തും. ഒപ്പം തന്നെ കൂടുതൽ റിപ്പോർട്ടുകൾ അടക്കം അന്വേഷണ സംഘം പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ തന്നെ അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിലവിലുണ്ട്. കാരണം വളരെ വേഗത്തിൽ തന്നെ പരിശോധന പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ്. ഇന്നിപ്പോൾ നട അടച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പരിശോധന ആരംഭിച്ച് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കത്തക്ക രീതിയിലാണ് വിശദമായ ഒരു പരിശോധനയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുക. കാരണം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തുകയും അതിന്റെ റിപ്പോർട്ടുകളടക്കം അല്ലെങ്കിൽ ലാബിൽ പരിശോധിച്ചതിന്റെ റിപ്പോർട്ടുകളടക്കം ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളടക്കം ഹൈക്കോടതി പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ വിട്ടുകൊണ്ട് വീണ്ടും ഇവിടെ പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിൽ വിട്ടുപോയ കാര്യങ്ങൾ കൂടുതലായി പരിശോധിക്കുകയും ഒപ്പം തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ട കാര്യങ്ങൾ, വ്യക്തത വരുത്തുക എന്നത് കൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. നിലവിൽ ഈ കൊടിമരവും അതുപോലെ തന്നെ കൊടിമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഞ്ചവർഗത്തറയും അതിലെ ശില്പങ്ങൾ അടക്കമുള്ളവയുടെ പരിശോധനയും അവ ഇപ്പോൾ സ്ട്രോങ് റൂമിലടക്കം ഉണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളാണ് അന്വേഷണ സംഘം നടത്തുക. ഒപ്പം തന്നെ ഈ വാതിൽപ്പാളികളും കട്ടളപ്പാളികളുടെയും കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയടക്കം അന്വേഷണ സംഘം നടത്തും. ശബരിമലയിൽ നടന്ന വൻ കൊള്ള തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ ഒരു ശക്തമായ നിരീക്ഷണവും സംശയവും ഒക്കെ തന്നെ അത് കൂടുതൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പരിശോധനയാണ് ഇപ്പോൾ SIT ശബരിമലയിൽ സ്ട്രോങ് റൂം അടക്കം തുറന്ന് നടത്തുന്നത്. ഈ സ്വർണ്ണക്കൊള്ള തന്നെയല്ല, പാളി തന്നെ അപ്പാടെ മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഹൈക്കോടതിയുടെ സംശയം നീളുന്നതിനെ. എന്തായാലും കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് PS പ്രശാന്തിൻ്റെ കാലത്തടക്കമുള്ള നീക്കുപോക്കുകളിലേക്കടക്കം ഇതിൻ്റെ അന്വേഷണം നീളുന്നൊരു സാഹചര്യമുണ്ട്. കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് നിർത്തും എന്നതടക്കമുള്ള സാധ്യതകളും മുന്നിലുണ്ട്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 90 ദിവസം കഴിഞ്ഞൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവിക ജാമ്യത്തിന് 90 ദിവസം കഴിഞ്ഞൊരു സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് ഈ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവർ വാദിഭാഗം വാദിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഈ ദ്വാരപാലക ശില്പത്തിന്മേലെ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലും ഇദ്ദേഹം പ്രതിയായതിനാൽ അങ്ങനെ ഈ കേസിൽ ദ്വാരപാലക ശില്പത്തിൽ ജാമ്യം അനുവദിച്ചാൽ കൂടിയും അദ്ദേഹത്തിന് ജയിലിൽ തുടരേണ്ട സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യാപേക്ഷ ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. നേരത്തെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ബലാത്സംഗ കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും എന്നതടക്കമുള്ള പരാമർശങ്ങളോടെയായിരുന്നു ജാമ്യം നിഷേധിച്ചത്. വിവരങ്ങളുമായി കണ്ണൻ ദേവിച്ചിരുന്നു. കണ്ണൻ, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ജാമ്യ സാധ്യതകൾ എത്രത്തോളം? സ്വപ്ന, കഴിഞ്ഞ ദിവസം തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. പ്രധാനമായും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഹർജിയിൽ രാഹുൽ വാദിക്കുന്നത്. മാത്രമല്ല, ഇതൊരു ഗൂഢാലോചനയാണ്, ഇത്തരത്തിലൊരു കേസ് കെട്ടിച്ചമച്ചതാണ്. മാത്രമല്ല, ഇതിനു മുൻ സിനിമാ സംഘടനകളുമായി ഇന്ന് സർക്കാർ ചർച്ച നടത്തുകയാണ്. നാളെ സംഘടനകൾ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ചർച്ച നടക്കുന്നത്. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, ഈ വിനോദ നികുതി അടക്കം അത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന വിനോദ നികുതി അത് ഒഴിവാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ സിനിമാ സംഘടനകൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ഇത് സംബന്ധിച്ച തീരുമാനമാകുമോ? വിവരങ്ങൾ എന്തൊക്കെ? സ്വപ്ന, ഈ GSTക്ക് പുറമെ തദ്ദേശ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതി ഒഴിവാക്കണമെന്നടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിനിമാ സംഘടനകൾ നാളെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷൂട്ടിംഗ് അടക്കം നിർത്തിവെച്ചുകൊണ്ട് സമരത്തിലേക്ക് കടക്കുമെന്നാണ് സിനിമാ സംഘടനകളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ചർച്ചയ്ക്ക് വേണ്ടി സർക്കാർ തയ്യാറാകുന്നത്. നേരത്തെ പലതവണ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി സർക്കാർ ചർച്ച നടത്തിയെങ്കിലും ഇതിലൊന്നും തന്നെ തീരുമാനമുണ്ടായിരുന്നില്ല. പിന്നീട് ചർച്ച നടത്തുന്ന കാര്യങ്ങളൊന്നും തന്നെ സർക്കാർ അത് എന്ന് നടത്തുമെന്നടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരുത്തിയിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സിനിമാ സംഘടനകളോട് സർക്കാർ അവഗണന തുടരുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ സംഘടനകൾ നാളെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു സമരത്തിലേക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ ചർച്ച നടത്താനായിട്ടുള്ള ഒരു ശ്രമം
ഉണ്ട് എന്നുള്ളൊരു കാര്യം നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ഏതായാലും ഈ സമരമടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സിനിമാ സംഘടനകൾ തീരുമാനമെടുക്കും. ഏതായാലും ഈ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ സമരം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കൂ എന്നുള്ള കാര്യം തന്നെയാണ് സിനിമാ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും സിനിമാ സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. സിനിമാ സംഘടനകൾ നാളെ സൂചന പണിമുടക്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്നിപ്പോൾ സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ തദ്ദേശ സ്ഥാപനങ്ങളടക്കം ഈടാക്കുന്ന വിനോദ നികുതി അത് ഒഴിവാക്കണമെന്നതുള്ള ആവശ്യങ്ങളാണ് സിനിമാ സംഘടനകൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ചർച്ച നടത്തിയിരുന്നതാണ്. അത് ഫലം കാണാത്ത സാഹചര്യത്തിൽ സമരവുമായി സംഘടനകൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നിപ്പോൾ രണ്ടാമത്തെ ചർച്ചയാണ് നടക്കുന്നത്. കിരണാണ് വിവരങ്ങളുമായി ചേർന്നത്. വിജയ് ചിത്രം ജനനായകൻ പൊങ്കൽ റിലീസായി തിയേറ്ററുകൾ എത്തേണ്ടിയിരുന്നതാണ്. പക്ഷേ സെൻസർ ബോർഡിൻ്റെ കത്രിക പോർട്ടൽ തന്നെയാണ്. എന്തായാലും ഈ വിഷയം മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് ഇന്നിപ്പോൾ എത്തുകയാണ്. ചിത്രത്തിന് UE സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം ഒരുപക്ഷേ ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് സൂചന. നേരത്തെ ജനനായകൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കേസ് കേൾക്കാൻ തീരുമാനിച്ചതിനാലാണ് സുപ്രീം കോടതി ഇതിൽ ഇടപെടാതിരുന്നത്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള അവസാന ചിത്രമാണ് ജനനായകൻ. H. വിനോദാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കേരളത്തിൻ്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം തിരുനാവായയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഗവർണർ RV ആളേക്കർ ധർമ്മധ്വജം ഉയർത്തിയതോടെ ഉത്സവത്തിന് ഔദ്യോഗികമായി തുടക്കമായിരുന്നു. നിളാസ്നാനത്തിലും നിള ആരതിയിലും പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായിലെത്തുന്നത്. അരവിന്ദൻ ചേരുകയാണ് വിവരങ്ങളുമായി. അരവിന്ദൻ, ഈ നേരത്തെ മുൻപ് നമ്മൾ സൂചിപ്പിച്ചതാണ് 250 വർഷങ്ങൾ 2.5 നൂറ്റാണ്ടിന് ശേഷമുള്ള ഒരു മഹാമഹം ഒരുപക്ഷേ സംസ്ഥാനത്ത് കേരളത്തിൽ മഹാമാഘ മഹോത്സവം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വിവിധ ചടങ്ങുകളോടുകൂടി ഇത് പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ രണ്ടാം ദിവസം എന്തൊക്കെ ചടങ്ങുകളാകും നടക്കുക? സ്വപ്ന, 2.5 നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ സംഘടിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവം തിരുനാവായിൽ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇന്നലെ ഗവർണർ പതാക ഉയർത്തിയോടുകൂടി ആരംഭിച്ച ചടങ്ങുകൾ 3-ാം തീയതി വരെ നീളും. ഇതിൽ എല്ലാ ദിവസവും പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നടക്കുന്ന നിള സ്നാനവും നിള ആരതിയുമാണ്. രാവിലെ 8:45 കൂടിയാണ് നിള സ്നാനം നടക്കുക. ഇതിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി ഭക്തർ തിരുനാവായയിൽ എത്തുന്നുണ്ട്. ഒപ്പം വൈകിട്ട് സന്ധ്യയ്ക്കാണ് നിള ആരതി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കാശിയിൽ ഗംഗാരതി നടത്തുന്ന പണ്ഡിറ്റുകളായിരുന്നു കഴിഞ്ഞ ദിവസം നിള ആരതിക്ക് തുടക്കം കുറിച്ചത്. ഇന്നും 3-ാം തീയതി വരെ ഇത്തരത്തിൽ എല്ലാ വൈകുന്നേരങ്ങളിലും നിള ആരതി നടക്കും. ഇതിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ വിശേഷ ദിവസങ്ങളായി ഇനി 22-ാം തീയതി ഗണേശ ജയന്തിയാണ്. അന്ന് പ്രത്യേക പൂജകൾ ഉണ്ടാവും. 23-ാം തീയതി വസന്ത പഞ്ചമി ആണ്. 25-ാം തീയതി രഥസപ്തമിയാണ്. 26-ാം തീയതി ഭീഷ്മലക്ഷ്മിയാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രത്യേക പൂജകൾ എല്ലാം ഇതിന്റെ ഭാഗമായി മഹാമാഘത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് വൈകുന്നേരങ്ങളിൽ നടക്കുന്ന നിള ആരതിയിൽ തന്നെയാണ്. വളരെ ആകർഷകമായ ഒരു ചടങ്ങാണ് ഇത്. നേരത്തെ ഉത്തരേന്ത്യയിൽ കാശിയിലും മറ്റും മാത്രമാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ കണ്ടിരുന്നത്. ഗംഗാരതി ആളുകൾക്കറിയാം. ഉത്തരേന്ത്യയിൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. കേരളത്തിലും ഇത്തരത്തിൽ തിരുനാവായിൽ നടക്കുന്ന ഈ നിള ആരതിയിൽ നിരവധി ഭക്തർ പങ്കെടുക്കുന്നു. ഈ മാഘ ഉത്സവത്തിന്റെ ആ സമയത്ത് സപ്തനദികൾ ഭാരതപ്പുഴയിലൂടെ ഒഴുകുന്നു എന്നാണ് സങ്കല്പം. അതിനാൽ തന്നെ ഈ ദേവീ പൂജയാണ്, ഈ സപ്തനദികളെ പൂജിക്കുന്ന ഒരു പൂജയാണ് നിള ആരതിയും. അത്തരത്തിലുള്ള പുണ്യതീർത്ഥത്തിൽ കുളിക്കുന്നത് പുണ്യമാണ് എന്നാണ് കരുതുന്നത്. ഇതിനാൽ തന്നെ നിരവധി ഭക്തർ ഭാരതപ്പുഴയിൽ ഈ മഹാമാഘ സമയത്ത് സ്നാനം ചെയ്യുവാനായി എത്തുന്നു. അങ്ങനെ എല്ലാ തരത്തിലും പ്രദേശവാസികൾ കേരളം ഏറ്റെടുത്തൊരു പറഞ്ഞതുപോലെ കുംഭമേള നമുക്കറിയാം. ലക്ഷോപലക്ഷം ജനങ്ങളാണ് കുംഭമേളയ്ക്കായി അവിടെ എത്തുന്നത്. അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് പോലെ തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ കുംഭമേളയായി ഈ മഹാമാഘ മഹോത്സവം തിരുനാവായിൽ തുടരുമ്പോൾ നമ്മുടെ ജനങ്ങളുടെയൊക്കെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം, അവിടെ എത്തുന്നവരുടെ ഒരു പ്രതികരണം. ഇന്നലെ മുഴുവൻ അരവിന്ദൻ അവിടെ ഉണ്ടായിരുന്നു, ആ പ്രദേശത്തുണ്ടായിരുന്നു, ആ നിളാതീരത്തുണ്ടായിരുന്നു. അവിടെ എത്തുന്നവരുടെ ഒരു റെസ്പോൺസസ് ഒക്കെ എങ്ങനെയാണ്?
തീർച്ചയായും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജനങ്ങൾ, വിശ്വാസികൾ ഈ കാര്യത്തെ ഏറ്റെടുക്കുന്നത്. നാട്ടുകാരും ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന ഭാരതപ്പുഴയോരത്ത് നവാബ് സന്നിധിയിലെത്തുന്ന എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി മഹാമക ഉത്സവത്തെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. നേരത്തെ ചില ആശങ്കകളെല്ലാം ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. ഒപ്പം കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാർ ത്രിമൂർത്തി സംഗമസ്ഥാനത്തേക്ക് അവിടുന്ന് എഴുതുന്ന രഥയാത്രയ്ക്കുള്ള അനുമതി നിഷേധിച്ചിരുന്നു. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തു നിന്നായിരുന്നു ഇന്നലെ രഥയാത്ര ആരംഭിച്ചിരുന്നത്. എന്നാൽ അത് ഒരു ആഘോഷമായി രഥയാത്രയായി നടത്താനുള്ള നീക്കങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും 22-ന് രഥം ഇവിടെ എത്തും. പാലക്കാട് നിന്ന് യാതൊരു തടസ്സങ്ങളില്ലാതെ ഇവിടെ രഥം എത്തും. പക്ഷേ ഇത്തരത്തിലുള്ള ആശങ്കയൊക്കെ ഉണ്ടാകുമ്പോഴും ഇവിടെ ഭാരതപ്പുഴയിൽ തിരുനാവായിൽ ഇതിനെയൊന്നും ബാധിക്കുന്നില്ല. ഉത്സവം കാണാൻ നിരവധി പേർ എത്തുന്നു. ത്രിമൂർത്തി സംഗമ സ്ഥാനത്ത് എത്തുന്നു. നമുക്കറിയാം തിരുനാവായ ബലി കർമ്മങ്ങൾക്ക് പുണ്യമായ സ്ഥലമാണ്. ഇവിടെ പിതൃക്കൾക്കായി ബലിയിടുക എന്നുള്ള ഒരു വിശേഷ കാര്യമാണ്. അതുപോലെ തന്നെ നിരവധി ഭക്തർ ഇവിടെ നേരത്തെ തന്നെ സ്ഥിരമായി എത്തുന്ന സ്ഥലമാണ്. ഇപ്പോൾ കുംഭമേളയ്ക്ക് സമാനമായ മഹാമാഘ ഉത്സവം വന്നതോടുകൂടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ദിവസേന ഏതാണ്ട് ഒരു 50,000-ത്തിനടുത്ത് ആളുകൾ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ അത്തരം വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കൃത്യമായൊരു പ്ലാനിങ്, ചില സർക്കാരിന്റെ അനുമതി കിട്ടാൻ വൈകിയത് കാരണം സംഘാടകർക്ക് കൃത്യമായൊരു പ്ലാനിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ സുഗമമായി നടക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന നിള ആരതിയിൽ നിരവധി പേർ പങ്കെടുത്തിരുന്നു. ഇതെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയായതോടുകൂടി കൂടുതൽ പേർ എത്തും എന്നുള്ള പ്രതീക്ഷ സംഘാടകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസും നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടക്കത്തിൽ ചില പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും തുടർന്ന് ജില്ലാ കളക്ടർ അനുമതി നൽകി. അതിനുശേഷം ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം സജീവമായിട്ടുണ്ട്. പോലീസും മറ്റ് ഔദ്യോഗിക വിഭാഗങ്ങളെല്ലാം കൃത്യമായി ഇതിനോട് സഹകരിക്കുന്നു. ഒപ്പം നിരവധി ഭക്തർ എത്തുന്ന ഇവിടെ അമൃതാനന്ദ ആശുപത്രിയെ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർക്ക് വേണ്ട ചികിത്സ നൽകാനുള്ള കാര്യങ്ങളെല്ലാം ഈ കേന്ദ്രത്തിൽ ലഭ്യമാണ്. ആധുനിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നാട്ടുകാരും എല്ലാം കുംഭമേളയോട് വളരെയധികം സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്വപ്ന. തീർച്ചയായും അരവിന്ദൻ സൂചിപ്പിച്ചതുപോലെ ഈ 2-2.5 നൂറ്റാണ്ടിന് ശേഷമുള്ള ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ അതിൻ്റെ കൗതുകവും ഒക്കെ ഏറെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തിരുനാവായിൽ കുംഭമേള, കേരളത്തിൻ്റെ കുംഭമേള മഹാമഹോത്സവം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദീപകിൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് യുവതിക്കെതിരെ കേസെടുത്തിരുന്നു. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. അതേസമയം മനുഷ്യാവകാശ കമ്മീഷനും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ചേരുന്നു വിവരങ്ങളുമായി. ലക്ഷ്മി, കേസിൽ എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ഈ യുവതിക്ക് വേണ്ടിയുള്ള അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? സ്വപ്ന, ആദ്യം മുതൽ തന്നെ ചെറിയൊരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു അലസത കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുടുംബം പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി യുവതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് എത്തി ഇന്നലെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അവർ പ്രധാനമായും പറയുന്നത് ഈ ഇത്തരത്തിലൊരു വീഡിയോ തന്നെയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ അദ്ദേഹം വലിയ അസ്വസ്ഥനായിരുന്നു. താൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് കുടുംബത്തോടൊപ്പം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഈ ഒരു മാനസിക സംഘർഷത്തെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള ആ ഒരു ആരോപണം കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ പോയിരുന്നു. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് കൊലക്കുറ്റം യുവതിക്കെതിരെ ചുമത്തണം എന്നുള്ളതാണ്. ഏതായാലും യുവതിക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നത് വരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വക്കീലന്മാരടക്കം പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് കൃത്യമായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. യുവതിയുടെ അടക്കം കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ കൃത്യമായി ഈ ബസ് യാത്രയ്ക്കിടെ ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ട് എന്നതിനുള്ള തെളിവുകൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഏതായാലും പുറത്തു വരേണ്ടതുണ്ട്. സ്വപ്ന.
ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഒപ്പം അത് ആ തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമാണ് വരുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു ലൈംഗിക ഒരു അതിക്രമം അല്ലെങ്കിൽ അതിനൊരു ശ്രമമൊന്നും നടന്നിട്ടില്ല എന്ന വാർത്ത വരുമ്പോൾ ഒരു പരാതിയുടെ പേരിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ഒരു ജീവൻ നഷ്ടമായ കോഴിക്കോട് സ്വദേശി ദീപകിന് ജീവൻ നഷ്ടമായ ദീപകിനെ ആത്മഹത്യയിലേക്കൊക്കെ തള്ളിവിട്ട സാഹചര്യം ഒരുപക്ഷെ ഒരുപാട് എന്ത് കേസുണ്ടായാലും അല്ലെങ്കിൽ എന്ത് സംഭവങ്ങളുണ്ടായാലും സ്ത്രീകളുടെ അല്ലെങ്കിൽ അവരുടെ പരാതികൾക്ക് മുൻതൂക്കം അത് നൽകുന്നു. അത് ശരിയാണ്, അവർക്ക് ആ പ്രിഫറൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പലപ്പോഴും എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല കമൻറ്റുകളും ഇടുന്നത്. അതിൻ്റെയൊക്കെ നഷ്ടം അല്ലെങ്കിൽ അത് ആരുടെയൊക്കെ ജീവനെടുക്കുന്നു, ആർക്കൊക്കെ മുഖം പോലും പുറത്ത് കാണിക്കാൻ ഒരു ആയുസിൽ തന്നെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അങ്ങനെ നിരവധിയാണ്. ഓരോ കമൻ്റ് ഇടുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൽ സമൂഹം ഇതിനെല്ലാം പ്രതികരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ അത്തരത്തിൽ ഓരോ കമൻ്റ് ഇടുമ്പോഴും നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക, നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ ആ പുറം വശത്തിരിക്കുന്ന ആൾക്ക് അത് എത്രത്തോളം അദ്ദേഹത്തെ അത് ബാധിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ അത് ബാധിക്കുമെന്ന് ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള കമൻറ്റുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ പോസ്റ്റ് ചെയ്യുക. ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ കേരള ബാങ്കിനായി 1.5 കോടിയിലധികം രൂപ മുടക്കി കെട്ടിടം നിർമ്മിച്ചിട്ട് 1.5 പതിറ്റാണ്ട് പിന്നിട്ടും ഇനിയും ഉദ്ഘാടനം പോലും ചെയ്തിട്ടില്ല. കേരള ബാങ്ക് 2011 നെടുങ്കണ്ടത്ത് നിർമ്മിച്ച കെട്ടിടമാണ് 2026 അനാഥമായി കിടക്കുന്നത്. ഇപ്പോഴും ഇവിടെ ബാങ്കിൻ്റെ 2 ശാഖകൾ പ്രവർത്തിക്കുന്നത് 10,000 വാടക നൽകിയാണ്. കുമളി മൂന്നാർ സംസ്ഥാനപാതയോട് ചേർന്ന് നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിലാണ് ഗ്ലാസ് ഇട്ട് മിനുക്കിയ കെട്ടിടം അനാഥമായി കിടക്കുന്നത്. 2011 60 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനം പോലും നടത്താതെ അനാഥമായി കിടക്കുന്ന കെട്ടിടം 5 വർഷത്തിന് ശേഷം വീണ്ടും 90 ലക്ഷം രൂപ മുടക്കി നവീകരണം നടത്തി. ഇതിനിടയിൽ ഭരണസമിതി മാറിയെങ്കിലും ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയില്ല. ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഏറിയ ഭാഗവും പൊളിച്ചു നീക്കി മുകളിലത്തെ നിലയിൽ ഓഡിറ്റോറിയവും ഉൾപ്പെടുത്തിയാണ് 2ാം ഘട്ട നിർമ്മാണം നടത്തിയത്. ഇതിനിടയിൽ കനത്ത മഴയെ തുടർന്ന് കെട്ടിടത്തിന് പിൻവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മൺതിട്ട ഇടിഞ്ഞു വീണതോടെ 24 ലക്ഷത്തോളം രൂപ ചെലവിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. നിർമ്മാണം പൂർത്തിയാക്കി കാട് കയറി നശിക്കാൻ വിട്ടു നൽകിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എന്ന് നടക്കുമെന്ന് മാത്രം ആർക്കും അറിയില്ല. നെടുങ്കണ്ടത്ത് 2 കേരള ബാങ്കിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിലേക്ക് ആ ശാഖകൾ മാറ്റി പ്രവർത്തിക്കുന്നതിനുള്ള എന്ത് തടസ്സമാണ് എന്ന് കേരള ബാങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇത് വലിയ സാമ്പത്തിക അഴിമതിക്ക് കാരണമായിട്ടുള്ള സ്ഥാപനമാണ്. ആ അഴിമതി നടത്തിയ ആളുകളെ കണ്ടെത്തണം. ആ അഴിമതികൾ പുറത്തു കൊണ്ടുവരണം. ഇഴജന്തുക്കളുടെയും തെരുവുനായ്ക്കളുടെയും കേന്ദ്രമായ കെട്ടിടം അടിയന്തരമായി തുറന്ന് പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, ഇടുക്കി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഈ പ്രതികളുടെ എല്ലാം വീടുകളിൽ EDയുടെ പരിശോധന നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ പോകാം. ചില റിപ്പോർട്ടുകൾ കൂടി നോക്കിയതിനു ശേഷം പത്തനംതിട്ട കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് ക്യാമ്പസിൽ 3 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ മാസം 23 ഓഫീസ് പൂട്ടണമെന്ന ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഉത്തരവിനെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രദേശവാസികളും രംഗത്തെത്തി. കഴിഞ്ഞ 30 വർഷമായി ക്യാമ്പസിനുള്ളിലെ സജീവ സാന്നിധ്യമാണ് സെന്റ് തോമസ് കോളേജ് പോസ്റ്റ് ഓഫീസ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുറമെ നൂറുകണക്കിന് സാധാരണക്കാരാണ് നിത്യേന ഈ ഓഫീസിനെ ആശ്രയിക്കുന്നത്. എന്നാൽ ഈ മാസം 23 ഓഫീസിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് തപാൽ വകുപ്പിന്റെ തീരുമാനം. സമീപത്തെ സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യാപാരികൾ എന്നിവർക്കും ഈ പോസ്റ്റ് ഓഫീസ് ഉപകാരപ്രദമായിരുന്നു. ബാങ്കിംഗ് സേവനങ്ങളും പെൻഷൻ സംബന്ധമായ ആവശ്യങ്ങൾക്കുമായി നിരവധി മുതിർന്ന പൗരന്മാരും ഇവിടെ എത്താറുണ്ട്. സാധാരണക്കാർ ഇപ്പോഴും പോസ്റ്റൽ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ട് ഇത് നിർത്തരുത് തന്നെയാണ് ഭൂരിഭാഗം നാട്ടുകാരുടെയും ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. തന്നെയല്ല, വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമിനേഷൻ ആവശ്യമായ ആപ്ലിക്കേഷനിൽ അയക്കാനൊക്കെ ഈ കോളേജ് യൂസ് ചെയ്യുന്നു. ഒരു 5 രൂപയുടെ സ്റ്റാമ്പ് വാങ്ങിക്കണമെങ്കിൽ പോലും അവർ പിന്നെ ടൗണിലേക്ക് പോകേണ്ടി വരും. അത് ടൗണിലേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു 5 രൂപയുടെ സ്റ്റാമ്പ് വാങ്ങിക്കാൻ അവർ പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ ഒരു 70 രൂപ ഓട്ടോ കൂലി കൊടുക്കണം. അങ്ങോട്ട് പോകാൻ 10 രൂപ, റിട്ടേൺ പോകുന്നതിന് അതിന് പൈസ കൊടുക്കണം. അങ്ങനെ പോയാൽ മാത്രമേ ഒരു സ്റ്റാമ്പ് പോലും വാങ്ങിക്കാനുള്ള സാധ്യത ഇവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അടുത്തുനിന്ന് ഒരു പോസ്റ്റ് ഓഫീസ് മാറ്റുന്നത് ഏറ്റവും വിഭജനപരമായ ഒരു കാര്യമാണെന്ന് മാത്രമേ ഒരു പൗരനെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൂ. നിരവധി പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു പൊതുസേവന കേന്ദ്രം പെട്ടെന്ന് നിർത്തലാക്കുന്നത് പൊതു താല്പര്യത്തിന് വിരുദ്ധമെന്നതാണ് ഉയരുന്ന ആരോപണം. വിദ്യാർത്ഥികൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം
ഈ കോളേജുമായിട്ട് ഏകദേശം 50 മീറ്റർ പോലും കൂടുതൽ ദൂരമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, കാണാമല്ലോ. അപ്പം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? കോളേജുകളിൽ അടുത്ത വിദ്യാർത്ഥികൾ അടുത്ത പിൻകോഡ് അല്ലെങ്കിൽ അടുത്ത പോസ്റ്റ് ഓഫീസ് താല്പര്യം നടക്കേണ്ട ആ ഒരു അവസ്ഥ വരും. തീരുമാനം അടിയന്തരമായി പിൻവലിച്ച് സേവനം തുടരണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ പ്രതിഷേധ പരിപാടികൾ ഇതിനിടെ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിഷേധ സമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിപണി വിലയിരുത്തലാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയാകും ഇന്ന് വിപണിയിലെ നീക്കങ്ങളൊക്കെ? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ആയിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കൽ പ്രതീക്ഷിക്കണം. ഇന്നലെ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ വിപണിയിൽ പ്രകടമായിരുന്നു. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയാവും വരും ദിവസങ്ങളിലും വിപണിയിൽ നിർണായകമാവുക. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ, പ്രത്യേകിച്ചും റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയവയുടെ പ്രവർത്തന ഫലങ്ങൾക്ക് വേണ്ട രീതിയിൽ സ്വീകാര്യത വിപണിയിൽ ലഭിച്ചില്ല. HDFC ബാങ്കിൻ്റെ പ്രവർത്തന ഫലം മികച്ചതായിരുന്നിട്ടുകൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി HDFC ബാങ്കിൽ വലിയ തോതിൽ വിൽപ്പന നടന്നിട്ടുകൂടി ഈ ഒരു നല്ല പ്രവർത്തന ഫലത്തിൻ്റെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇത് കാണിക്കുന്ന വിപണിയിൽ ഒരു വിൽപ്പന നേരിയ തോതിലെങ്കിലും തുറന്നേക്കുമെന്ന് തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പനയാണ്. സ്വാഭാവികമായും മുൻനിര ഓഹരികൾ കേന്ദ്രീകരിച്ചായിരിക്കും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പലപ്പോഴും വിൽപ്പന നടത്താറ്. അതിൻ്റെ ഒരു സ്വാധീനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരം ഓഹരികളിൽ ഒരു വിൽപ്പന പ്രകടമായത്. നിക്ഷേപകർ കുറച്ചുകൂടി സുരക്ഷിതമായ ഓഹരികളിലേക്ക് മാറുന്ന ഒരു പ്രവണതയും ഇന്നലെ കണ്ടു. പ്രത്യേകിച്ചും FMCG ഓഹരികളിലുള്ള ഒരു നിക്ഷേപ താല്പര്യം, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ ഓഹരികളിലുള്ള നിക്ഷേപ താല്പര്യം കാണിക്കുന്നത് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു നിക്ഷേപ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് വരും ദിവസങ്ങളിൽ നേരിയ തോതിലുള്ള ഒരു അനിശ്ചിതത്വം വിപണിയിൽ ഉണ്ടാക്കാമെങ്കിൽ കൂടിയും നിലവിലെ സാഹചര്യം, പ്രത്യേകിച്ചും വലിയൊരു നിലവാരത്തിൽ നിന്നും വിപണിയിലുണ്ടായിട്ടുള്ള ഈ ഒരു വിൽപ്പന നിക്ഷേപ അവസരം തന്നെയാണ്. പ്രത്യേകിച്ചും ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച് നേരിയ തോതിലെങ്കിലും നിക്ഷേപം തുടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇന്നലെ ഇത്തരം FMCG ഓഹരികളിലെല്ലാം നിക്ഷേപ സ്ഥാപനങ്ങൾ നേരിയ തോതിൽ നിക്ഷേപം നടത്തി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിക്ഷേപകർ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ബജറ്റായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഒരു നല്ലൊരു ബജറ്റ് ഉണ്ടായിരിക്കും. അത് ഇപ്പോൾ വിപണി ഈ രീതിയിലൊരു വിൽപ്പനയിൽ തുടരുന്നതുകൊണ്ട് തന്നെ അതൊരു ഉണർവ് ഏകാനുള്ള എന്തെങ്കിലും ഒരു അനുകൂലമായ ഒരു കാര്യം ബജറ്റിൽ ഉണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷയും വിപണിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ഇനി വിപണിയെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇന്നെന്തായാലും ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. നേരത്തെ സൂചിപ്പിക്കാറുള്ള പോലെ മുൻനിര സൂചിയായ നിഫ്റ്റിയുടെ 25,900 എന്ന നിലവാരം തന്നെയായിരിക്കും ഇനി പ്രധാന കടമ്പ. നന്ദി ശ്രീ ദിലീപ്. വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യയും UAEയും ഇന്ത്യ UAE സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ധാരണയായിട്ടുണ്ട്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ 3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഇന്ത്യ സന്ദർശനത്തിലാണ് നിരവധി കരാറുകളിൽ ധാരണയായത്. 2032 $200 ബില്യൺ വ്യാപാരം ഇരു രാജ്യങ്ങളും നടത്തും. പ്രതിരോധ മേഖലയിലുള്ള സഹകരണത്തിനും ധാരണയായിട്ടുണ്ട്. UAE പ്രസിഡന്റിന്റെ സന്ദർശനം വിജയമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ UAE ബന്ധം ശക്തമായി നിലനിർത്തുന്നതിന് ഷെയ്ഖ് മുഹമ്മദ് കാണിക്കുന്ന താൽപര്യത്തെ മോദി പ്രകീർത്തിച്ചു. 3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഇന്ത്യ സന്ദർശനത്തിൽ നിരവധി കരാറുകളിൽ ധാരണയായി. ഊർജ്ജ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആധുനിക ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ, AI, ശൂന്യാകാശ ഗവേഷണം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈകോർക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്തേകും. കൂടാതെ 2030 ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. UAEയിലെ ഫസ്റ്റ് അബുദാബി ബാങ്ക്, DP വേൾഡ് എന്നിവയുടെ ഓഫീസുകൾ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ തുറക്കാനും തീരുമാനമായി. ഇത് നിക്ഷേപ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. UAEയിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ ഷെയ്ഖ് മുഹമ്മദ് കാണിക്കുന്ന താൽപര്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. അതോടൊപ്പം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികളെയും ഇരു നേതാക്കളും സംയുക്തമായി അപലപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ആമയൂട്ട് നടത്തുന്ന ക്ഷേത്രകുളത്തിൽ നിന്ന് കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ. കാസർഗോഡ് അടുക്കത്ത ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിലാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ശിലാചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്രകുളത്തിലെ ശിലാചിത്രത്തിന് ഏതാണ്ട് 2000 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കുന്നു.
ബേടകം അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആമയൂട്ടുകുളത്തിന്റെ കരയിൽ പാറപ്പുറത്താണ് മഹാശിലായുഗ കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കാൽപ്പാടുകളാണ് പാറയിൽ കൊത്തിവച്ചിട്ടുള്ളത്. മൃഗങ്ങളുടെ 10-ലധികം കാൽപ്പാടുകളും മനുഷ്യന്റെ ഒരു ജോഡി കാൽപാദങ്ങളും ചെങ്കൽപ്പാറയിൽ വ്യക്തമായി കാണാം. മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇവ ചെങ്കൽപ്പാറയിൽ കോറിയിട്ടിരിക്കുന്നത്. 2 ഏക്കർ വിസ്തൃതിയുള്ള ആമക്കുളത്തിന്റെ സവിശേഷതകൾ കേട്ടറിഞ്ഞ് ചരിത്രാധ്യാപകനും ഗവേഷകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് നടത്തിയ നിരീക്ഷണത്തിലാണ് ഇവ ശ്രദ്ധയിൽപ്പെട്ടത്. വളരെയധികം ഹാർഡ് ആയ പാറയാണുള്ളത്. പള്ളത്തിന്റെ കരയിലാണ് സാധാരണയായിട്ട് ഈ കാസർഗോഡ് ജില്ലയിലും മറ്റു പലയിടങ്ങളിലും ഈ ശിലാചിത്രം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ പള്ളത്തിന്റെ കരയിൽ തന്നെയാണ് ഇവിടെയും. ഇവിടുത്തെ ആമക്കുളം എന്നറിയപ്പെടുന്ന വലിയൊരു ജലാശയത്തിൻ്റെ, പള്ളമെന്ന് വിളിക്കപ്പെടുന്ന ജലാശയത്തിൻ്റെ കരയിലാണ് മനുഷ്യൻ്റെ കാൽപ്പാടിൻ്റെ രൂപവും മൃഗങ്ങളുടെ കാൽപ്പാട് രൂപവും കൊത്തിവെച്ചതായി കാണാൻ സാധിച്ചിട്ടുള്ളത്. നൂറുകണക്കിന് ഭക്തർ ദിവസവും ഉച്ചനേരത്ത് ചർമ്മരോഗ ശമനത്തിനായി കുളത്തിലെ ആമകൾക്ക് നിവേദ്യ സമർപ്പണം നടത്താറുണ്ട്. പ്രശസ്തമായ അടുക്കത്ത് ക്ഷേത്രത്തിന്റെ ആമക്കുളത്തിന് നടുവിലായി കൂർമാവതാരത്തിലുള്ള വിഷ്ണു വിഗ്രഹവും ഉണ്ട്. ഒരുപാട് മൃഗങ്ങൾക്കും മനുഷ്യർക്കും എന്ത് കാര്യത്തിനും, അതെ ഈവൻ ഇൻ്റർവ്യൂ പോകുന്ന പോലും സമയത്ത് പോലും ആൾക്കാർ പ്രാർത്ഥിച്ച് പോയിട്ട് ഇവിടെ വന്നിട്ട് ആമക്ക് ചോറും കൊടുത്ത് നെയ്വിളക്ക് എത്തിക്കുന്നുണ്ട്. ജില്ലയിൽ ചീമേനി, അരിയിട്ടപാറ, എരിക്കുളം എന്നിവിടങ്ങളിലായി 2000 വർഷത്തിലേറെ പഴക്കമുള്ള പാറയിൽ കൊത്തിവെച്ച മൃഗങ്ങളുടെ കാൽപ്പാടുകൾ മുൻപ് കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ സൈന നെഹ്വാൾ വിരമിച്ചു. കാൽമുട്ടിലെ പരിക്ക് പരിശീലനത്തിന് തടസ്സമായതോടെയാണ് വിരമിക്കൽ പ്രഖ്യാപനത്തിലേക്ക് സൈന എത്തിയത്. കഴിഞ്ഞ 2 വർഷമായി കാൽമുട്ടിലെ പരിക്കുകളോട് പോരാടുകയായിരുന്നു 35-കാരിയായ ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവ്. 2016 റിയോ ഒളിമ്പിക്സിൻ്റെയാണ് സൈനയ്ക്ക് ആദ്യമായി കഠിനമായ കാൽമുട്ട് പരിക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ 2017 ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും 2018 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണവും നേടി തൻ്റെ കരുത്ത് താരം തെളിയിച്ചിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളിനായുള്ള കേരള ടീം അസമിലെത്തി. 28 അംഗങ്ങളാണ് സംഘത്തിലുള്ളത്. 22-ന് പഞ്ചാബിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. നാളെ രാവിലെ രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് മത്സരത്തോടെ 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിന് തുടക്കമാകും. ഉച്ചയ്ക്ക് 2-ന് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗാൾ നാഗാലാൻഡിനെ നേരിടും. ആകെ 12 ടീമുകളാണ് ടൂർണമെന്റിൽ ഉള്ളത്. ഫെബ്രുവരി 8-നാണ് ഫൈനൽ. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.